എറണാകുളം മലയിടംതുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രശ്നം പരിഹരിച്ച കാര്യം സർക്കാർ ഔദ്യോഗികമായി കോടതിയെ അറിയിക്കും. ഇന്നലെയാണ് കരാർ ഒപ്പിട്ടത്. മലയിടംതുരത്ത് നിവാസികൾക്ക് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ 5 സെന്റ് സ്ഥലവും വീടും അതിലേക്ക് ആവശ്യമുള്ള റോഡ് സൗകര്യവും സർക്കാർ നിർമ്മിച്ചു നൽകുമെന്നാണ് ഉറപ്പ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് അഗെയിൻ വിപിൻ. ഏതായാലും മലയിടംതുരത്തിൽ ഒരു ശാശ്വതമായ സമാധാനപൂർവ്വ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു. അക്കാര്യം ഇന്ന് കോടതി അറിയിക്കുന്നതോടുകൂടി ആ കേസ്, സുപ്രീം കോടതി വരെ പോയ കേസ് ഏതാണ്ട് അവസാനിക്കുകയല്ലേ? ഉറപ്പായിട്ടും ഗോകുൽ, ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഈ പര്യത്തുകാവിലെ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത്. അതിന് മന്ത്രി റോജി എം ജോണിനെ ആയിരുന്നു നിയോഗിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് നിരവധി കൂടിയാലോചനകൾ നടന്നിരിക്കുന്നു. അത് വിജയം കണ്ടു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച നേട്ടവും ആശ്വാസവുമാണ്. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഉത്തരവ് ഭൂവുടമകൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളെ അവിടുന്ന് ഇറക്കുന്ന നടപടികളിലേക്ക് കടക്കണം. അതൊരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ നിയമവ്യവഹാരങ്ങൾക്കും നിരവധി ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ പോയ ഒരു കാര്യമായിരുന്നു പര്യത്തുകാവിലെ ഈ കുടിയൊഴിപ്പിക്കൽ. അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഇരു കൂട്ടരും കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ മുഖേന അത് ഹൈക്കോടതിയെ അറിയിക്കും. ഇന്ന് വീണ്ടും ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് പുറത്ത് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളത് സർക്കാർ അറിയിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു വർഷത്തിനുള്ളിൽ ഓരോ കുടുംബങ്ങൾക്കും അതേ ഭൂമിയിൽ തന്നെ 5 സെന്റ് വീതം നൽകിയിരിക്കുകയാണ് ഭൂമി. ആ 5 സെന്റ് ഭൂമിയിൽ സർക്കാർ വീട് വെച്ച് നൽകും. അത് ഒരു വർഷത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെ മൂവാറ്റുപുഴ RDO അതുപോലെ തന്നെ DVSP എന്നിവർക്കാണ് അതിൻ്റെ മേൽനോട്ട ചുമതല. ഓരോ ആഴ്ചയും അതിൻ്റെ റിപ്പോർട്ട് ഈ മന്ത്രിതലത്തിൽ തന്നെ അത് പരിശോധിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. മറ്റ് ഇതിനു മുൻപുണ്ടായിരുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ ആദ്യമേ ധാരണയിലെത്തിയിരുന്നു. അതെല്ലാം തന്നെ ഇന്നലെ കരാറിലാക്കുകയും ഇന്ന് അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പര്യത്തുകാവിലെ ആ പ്രശ്നം, ആ ഭൂപ്രശ്നം അത് രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.